നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മമാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അമ്മമാരുടെ ഏറ്റവും വലിയ ഒരു പരാതിക്ക് പരിഹാരവുമായിട്ടാണ്. എൻ്റെ കുഞ്ഞിന് എന്തു കൊടുത്തിട്ടും തടി വയ്ക്കുന്നില്ല, കുഞ്ഞ് വല്ലാതെ മെലിഞ്ഞിരിക്കുന്നു. ഇത് കേൾക്കാത്ത ദിവസങ്ങൾ കുറവാണ്. നമ്മൾ സാധാരണയായി നേന്ത്രപ്പഴം, ആപ്പിൾ, ഉരുളക്കിഴങ്ങ് ഒക്കെ നൽകാറുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങളുടെ തൂക്കം കൂട്ടാൻ ആയുർവേദത്തിലും ആധുനിക പോഷകാഹാര ശാസ്ത്രത്തിലും ഒരുപോലെ പ്രാധാന്യമുള്ള ഒന്നാണ് കദളിപ്പഴം. ഇത് വെറുമൊരു പഴമല്ല, ഒരു ഔഷധം കൂടിയാണ്. ഇത് ശരിയായ രീതിയിൽ നൽകിയാൽ 2 ആഴ്ച കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. ഇത് എങ്ങനെ നൽകണം, എപ്പോൾ നൽകണം എന്ന് വിശദമായി ഞാൻ പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ആദ്യമായി കദളിപ്പഴത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. എന്തുകൊണ്ടാണ് മറ്റ് പഴങ്ങളെ അപേക്ഷിച്ച് ഞാൻ കദളിപ്പഴം നിർദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഇതിന് പ്രധാനമായും 4 കാരണങ്ങളാണ് ഉള്ളത്. ആദ്യത്തേത്, ഇത് അനീമിയ വരാതെ സംരക്ഷിക്കുന്നു. അതായത് പല കുട്ടികളും മെലിഞ്ഞിരിക്കാൻ കാരണം അവരുടെ ശരീരത്തിൽ രക്തം കുറവായതുകൊണ്ടാണ്, അതായത് ഹീമോഗ്ലോബിൻ കുറവായതുകൊണ്ടാണ്. കദളിപ്പഴത്തിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തം വർദ്ധിപ്പിക്കുകയും കുഞ്ഞിന് നല്ല നിറവും ഉന്മേഷവും നൽകുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് ഇമ്മ്യൂണിറ്റി, അതായത് രോഗപ്രതിരോധ ശേഷിയാണ്. പെട്ടെന്ന് അസുഖം വരുന്ന കുട്ടികൾക്ക് തൂക്കം കൂടാൻ പ്രയാസമാണ്. കദളിപ്പഴത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കുഞ്ഞിന് രോഗങ്ങളെ തടയാനുള്ള കരുത്ത് നൽകുന്നു. മൂന്നാമത്തേത് ദഹനക്ഷമതയാണ്. നേന്ത്രപ്പഴം പല കുട്ടികൾക്കും ഗ്യാസ് ഉണ്ടാക്കാറുണ്ട്. എന്നാൽ കദളിപ്പഴം വളരെ മൃദുവായതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ വയറിന് ഇത് പെട്ടെന്ന് ദഹിക്കും. അടുത്തതായി തലച്ചോറിൻ്റെ വളർച്ചയാണ്, ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആണ്. ഇതിലെ പൊട്ടാഷ്യവും വൈറ്റമിൻസും കുഞ്ഞിൻ്റെ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും വളരെ നല്ലതാണ്. ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഒന്നാമതായി, 7 മാസം കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമേ കദളിപ്പഴം നൽകാവൂ. രണ്ടാമത്, കദളിപ്പഴം നൽകുമ്പോൾ നല്ലവണ്ണം പഴുത്തത് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. തൊലിയിൽ ചെറിയ കറുത്ത പാടുകൾ വീണു തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. മൂന്നാമതായി, ഒരിക്കലും രാത്രിയിൽ കദളിപ്പഴം നൽകരുത്. പകൽ സമയത്തോ ഉച്ചയ്ക്കോ നൽകുന്നതാണ് ദഹനത്തിന് എപ്പോഴും നല്ലത്. തൂക്കം കൂടാനുള്ള റെസിപ്പികളെക്കുറിച്ച് പറയാം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം. തൂക്കം കൂടാൻ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ തയ്യാറാക്കുക. നന്നായി പഴുത്ത 2 കദളിപ്പഴം എടുക്കുക. ഇതിൻ്റെ തൊലി കളഞ്ഞ് നടുവിലുള്ള കറുത്ത കുരുക്കൾ മാറ്റുക. ശേഷം ഒരു പാനിൽ അല്പം ശുദ്ധമായ നെയ്യ് ചൂടാക്കുക. നെയ്യ് കുഞ്ഞുങ്ങളുടെ തൂക്കം കൂട്ടാൻ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഈ നെയ്യ് ഉടച്ചു വെച്ച കദളിപ്പഴം ഇട്ട് ഒന്ന് വഴറ്റുക. ഇതിലേക്ക് അല്പം ശർക്കര പാനി, 1 വയസ്സിന് താഴെയാണെങ്കിൽ അല്പം മാത്രം ചേർക്കാം. ശർക്കരയിലെ അയൺ സത്ത് കദളിപ്പഴത്തോടൊപ്പം ചേരുമ്പോൾ ഇരട്ടി ഫലം നൽകും. ഇത് ഒരു നല്ല കുറുക്ക് പരുവത്തിലാക്കി ചെറു ചൂടോടെ കുഞ്ഞിന് നൽകാം. അമ്മമാരെ, ആഴ്ചയിൽ 3 ദിവസമെങ്കിലും കദളിപ്പഴം ഇതുപോലെ നൽകി നോക്കൂ. വലിയ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒപ്പം കുഞ്ഞിന് ആവശ്യത്തിന് ഉറക്കവും മുലപ്പാലും നൽകുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുവരെ എൻ്റെ വെയ്റ്റ് ഗെയിൻ വീഡിയോകൾക്ക് നിങ്ങൾ നൽകിയ സപ്പോർട്ടിന് വലിയ നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.